നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നവരുടെ വാഹനക്കൂലി കുടിശ്ശികയായതിനെ തുടർന്ന് ദേവികുളം താലൂക്കിലെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് നിലച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടകളിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. റേഷൻ കടയുടമകൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളവും വൈകുന്നുവെന്ന് ആക്ഷേപം. ഉപ്പുതറ കണ്ണമ്പടിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദുരിത ജീവിതം നയിച്ച ഒരു കുടുംബം. ശരീരത്തിൽ വ്രണങ്ങൾ വ്യാപിച്ച് ദുരിത ജീവിതം നയിക്കുന്നത് ഈറ്റക്കൽ ചെല്ലമ്മ മാധവൻ എന്ന 73-കാരി. അധികൃതരുടെ ഭാഗത്തു നിന്നും കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കുടുംബം. ലഹരി വസ്തുക്കളുമായി ബിഗ് ബോസ് താരവും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടയിൽ മൂലമറ്റം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സിനിമ ബിഗ് ബോസ് താരമായ കുന്നത്തുനാട് കണ്ണങ്കര പള്ളിക്കുടത്തുങ്കൽ പരീക്കുട്ടി എന്ന് വിളിക്കുന്ന PS ഫരീദുദ്ദീൻ, വടകര കാവിലുംപാറ പൊയിലക്കരയിൽ പെരുമാലിൽ ജിസ്മോൻ ദേവസ്യ എന്നിവർ. ഇവരിൽ നിന്നും MDMA-യും കഞ്ചാവും പിടികൂടി. മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നത് വൈകുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി റോഡ് ആക്ഷൻ കൗൺസിൽ. പ്രതിഷേധ സൂചകമായി ഈ മാസം 20-ന് റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരന്റെ വീട്ടുപടിക്കൽ സമരം സംഘടിപ്പിക്കും. വിശദമായ വാർത്തകൾ. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നവരുടെ വാഹനക്കൂലി കുടിശ്ശികയായതിനെ തുടർന്ന് ദേവികുളം താലൂക്കിലെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് നിലച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടകളിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. റേഷൻ കടയുടമകൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളവും വൈകുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അടിമാലി ഗോഡൌണിൽ നിന്നും തോട്ടം മേഖലകൾ ഉൾപ്പെടുന്ന 114 റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്ന കരാറുകാർക്ക് കഴിഞ്ഞ 3 മാസമായി വാഹനക്കൂലി ലഭിക്കാതായതോടെയാണ് ഈ മാസം 1 മുതൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നത് നിർത്തിവെച്ചത്. കുടിശ്ശിക പൂർണ്ണമായി ലഭിക്കാതെ റേഷൻ വിതരണം നടത്തില്ലെന്ന തീരുമാനത്തിലാണ് കരാറുകാരൻ. ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകളിലെയും മറ്റു തോട്ടം മേഖലകളിലെയും ജനങ്ങളാണ് റേഷൻ സാധനങ്ങളുടെ വരവ് നിലച്ചതോടെ ദുരിതത്തിലായത്. നിലവിൽ റേഷൻ കടകളിലുള്ള സ്റ്റോക്കിൽ നിന്നും ഏതാനും കിലോ സാധനങ്ങൾ വീതം ഓരോ കാർഡുടമയ്ക്കും നൽകുന്നുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ കടകളിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. മൂന്നാർ പകുതിയിൽ இருக்கக்கூடிய ரேஷன் கடைகளில் ரேஷன் அரிசி, ஜீனி மற்றும் கோதுமை பொடிகள் அத்தியாவசிய பொருள் ஒன்றும் இல்லை ரேஷன் கடையில். இப்போ ரேஷன் கடையில் கேட்கும்போது டிரான்ஸ்போர்ட்டு லாரிக்கு சர்க்கார் பாகத்தில் கொடுக்கக்கூடிய வாடகை கொடுக்காதனால தான் ரேஷன் பொருள் ஒன்றும் இறங்கப்படவில்லை என்று ரேஷன் கடைகளில் சொல்லக்கூடிய வார்த்தைகள். அதனால் பொதுஜனங்கள் ரொம்ப பாதிப்பில் இருக்கிறாங்க. அதே போல் ரேஷன் அரிசியை வாங்கி சாப்பிடக்கூடியவர்களுடைய ஒரு வாழ்வாதாரம் ரொம்ப கேள்விக்குறியாக இருக்கிறது. எனவே இது பொதுஜனங்கள் ரொம்ப பாதிப்பில் இருக்கிறதுனால இடதுசாரியினுடைய சர்க்காரும் சம்பந்தப்பட்ட சப்ளைகோக்குள்ள அதிகாரிகள் எல்லாம் உடனடியாக நடவடிக்கை எடுத்து இந்த கராறுக்காரங்களுக்கு, லாரியினுடைய கராறுக்காரங்களுக்கு உடனடியாக வாடகை கொடுத்து ரேஷன் பொருள்களெல்லாம் உடனடியாக இறக்கப்பட வேண்டும். அப்படி ரேஷன் கடையில் இன்னும் பொருள்கள் இறங்கவில்லை என்றால் மூணார் INDC பாகத்திலிருந்து சப்ளைகோ முன்பும் சப்ளை ஆஃபீஸுக்கு முன்பும் எங்களுடைய போராட்டம் தொடரும் என்பதை இந்த வேளையில் தெரிவித்துக் கொள்கிறேன். റേഷൻ കടയുടമകൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളം കഴിഞ്ഞ 3 മാസമായി ലഭിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. തങ്ങളുടെ ഏക വരുമാന മാർഗമായ ശമ്പളം 3 മാസമായി ലഭിക്കാത്തതിനാൽ വീട്ടുചെലവ് ഉൾപ്പെടെ ദൈനംദിന ചെലവുകൾക്ക് വഴിയില്ലാത്ത അവസ്ഥയാണെന്ന് ദേവികുളം താലൂക്കിലെ റേഷൻ കടയുടമകൾ പറഞ്ഞു. ശമ്പള കുടിശ്ശിക തരാത്ത പക്ഷം സമരപരിപാടികൾ നടത്താനൊരുങ്ങുകയാണ് റേഷൻ വ്യാപാരികൾ. ലഹരി വസ്തുക്കളുമായി ബിഗ് ബോസ് താരവും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. സിനിമ ബിഗ് ബോസ് താരമായ കുന്നത്തുനാട് കണ്ണങ്കര പള്ളിക്കൂടത്തുങ്കൽ പരീക്കുട്ടി എന്ന് വിളിക്കുന്ന PS ഫരീദുദ്ദീൻ, വടകര കാവിലുംപാറ പൊയിലക്കരയിൽ പെരുമാലിൽ ജിസ്മോൻ ദേവസ്യ എന്നിവരെയാണ് MDMA-യും കഞ്ചാവുമായി വാഹന പരിശോധനയ്ക്കിടയിൽ മൂലമറ്റം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പരീക്കുട്ടിയുടെ കയ്യിൽ നിന്നും 230 മില്ലിഗ്രാം MDMA-യും 4 ഗ്രാം കഞ്ചാവും, ജിസ്മോന്റെ പക്കൽ നിന്നും 10.5 ഗ്രാം MDMA-യും 5 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാവിച്ചൻ മാത്യു, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ VR രാജേഷ്, PR അനുരാജ്, AI സുബൈർ, സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MT ബിന്ദു എന്നിവർ ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നായ പെരുമ്പൻകുത്ത് 6 മൈൽ 50 മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നത് വൈകുന്നതിനെതിരെ റോഡ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. പ്രതിഷേധ സൂചകമായി ഈ മാസം 20-ന് റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരന്റെ വീട്ടുപടിക്കൽ സമരം സംഘടിപ്പിക്കും. റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പ് പ്രതിഷേധങ്ങൾ നടന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. 2018 പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് 6 മൈൽ 50 മൈൽ റോഡ് തകർന്നത്. 2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായി. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ഒക്കെ ചെയ്തു. ചില കലുങ്കുകളുടെ നിർമ്മാണവും നടത്തി. എന്നാൽ ടാറിംഗ് ജോലികൾ ഇനിയും അവശേഷിക്കുകയാണ്. വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ. എന്നാൽ മഴക്കാലം എത്തിയതോടെ നിർമ്മാണ ജോലികൾ നിലച്ചു. തുടർച്ചയായി മഴ പെയ്ത് വെള്ളമൊഴുകി റോഡിൽ ഉറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായി ഇളകിയ നിലയിലാണ്. ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു. ചെറുവാഹനങ്ങളിലെ യാത്ര അത്യന്തം ദുഷ്കരമാണ്. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ തുടർ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച ഈ മാസം 20-ന് റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരന്റെ വീട്ടുപടിക്കൽ ആക്ഷൻ കൗൺസിൽ സമരം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താതെ വന്നതോടെ പ്രദേശവാസികൾ യാത്രയ്ക്കായി സമാനതകളില്ലാത്ത ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുന്നത്. മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. തെന്മല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ മീരയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ കാട്ടുപോത്തുകൾ സ്ഥിരമായി നിലയുറപ്പിക്കാറുണ്ട്. കാട്ടുപോത്തുകൾ കൂട്ടമായി തോട്ടം മേഖലയിലേക്ക് എത്തുന്നത് പതിവാണ്. തോട്ടത്തിൽ ജോലി നോക്കുന്നതിനിടയിലാണ് മീരയെ കാട്ടുപോത്ത് ആക്രമിച്ചത്. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവർ ചേർന്ന് ഇവരെ മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുള്ളതായി തൊഴിലാളികൾ പറഞ്ഞു. 1ஆம் நம்பர் ஃபீல்டில் உரம் போட்டு கொண்டிருந்த மீனா என்கிற சகோதரியை காட்டு மாடு முட்டி தூக்கி எறிந்து விட்டது. இந்த பகுதியில் பார்த்தீங்கன்னு சொன்னால் காட்டு மாடு இஷ்டம் போல் இருக்குது. 100கணக்கான காட்டு மாடு இருக்குது. ஆனால் எங்களுக்கு பாதுகாப்பு ஒன்றும் கிடையாது. வனத்துறையினர் கண்டிப்பாக பாதுகாப்பு கொடுக்கும்படியாக நாங்கள் இந்த பகுதியில் வேலை செய்கிறதே பெரிய ஒரு கஷ்டமாக தெரியுது. வேலைக்கு போகும்போதும் போகும்போதும் எங்களுக்கு ரொம்ப பயமாக இருக்கிறது. இது வனத்துறையினர் இதை பார்த்து ஒழுங்கு செய்யும்படிக்காக ഞങ്ങൾ പണിയോട് കേട്ടുകൊള്ളുക. മേഖലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം പതിവാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഇതുമൂലം ജോലിക്കിറങ്ങാൻ പോലും തൊഴിലാളികൾക്ക് ഭയമാണ്. സംഭവത്തെ തുടർന്ന് പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വന്യമൃഗശല്യം തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും തൊഴിലാളികൾ മുമ്പോട്ട് വെച്ചു. വണ്ടൻമേട് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട UDF വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി. ശാസ്താനടയിൽ നിന്നും ആരംഭിച്ച ജാഥ INTUC ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. നെറ്റിത്തൊഴിയിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും നിർവഹിച്ചു. വണ്ടൻമേട് സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതിയുടെ ഭരണ അനിശ്ചിതാവസ്ഥയ്ക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയുമാണ് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ 26 കേന്ദ്രങ്ങളിലൂടെ വാഹന പ്രചരണ ജാഥ കടന്നുപോയി. നെറ്റിത്തൊഴിൽ നടന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എന്ന് പറയുന്നത് ഒരു സഹകരണ സ്ഥാപനമല്ല. അതിന്റെ സഹകരണ സ്വഭാവമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വർഷവും കേരള ബാങ്കിന്റെ പൊതുയോഗവുമൊക്കെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗ് നടക്കാറുണ്ട്. സഹകരണ മന്ത്രി ശ്രീ വാസവൻ പങ്കെടുക്കുന്ന പരിപാടി നടക്കാറുണ്ട്. ഈ പരിപാടിയൊക്കെ നടക്കുന്നു എങ്കിൽ പോലും കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഒരു സ്ഥാപനമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ആളുകൾക്ക് ജനങ്ങൾക്ക് മാത്രമല്ല സ്നേഹിതരെ, ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ ക്രോഡീകരണം എന്ന് പറഞ്ഞത് നടത്തി വന്നിരുന്നത് ജില്ലാ ബാങ്കുകളാണ്. ഈ സഹകരണ രംഗത്ത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുണകരമല്ലാത്ത ചില പ്രവണതകൾ അത് ഈ മേഖലയെ തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷക്കാലമായി ഈ സഹകരണ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകൾക്ക് പണം നിക്ഷേപിക്കാൻ അവർക്ക് വിശ്വാസമില്ലാത്ത നിലയിലേക്ക് ഈ രംഗം തകർന്നു പോയി എങ്കിൽ ഈ സഹകരണ രംഗത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ അതിന്റെ ഒന്നാമത്തെ പ്രതി ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്.
KPCC സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി ആലഞ്ചേരി, മണ്ഡലം പ്രസിഡന്റ് ടോണി മാക്കൂറ, INTUC മണ്ഡലം പ്രസിഡന്റ് മുത്തുകുമാർ, ജോബൻ പാനോസ്, രാജു ബേബി, KP സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ PM പോൾ, രാംകുമാർ, ഗിരീഷ് CJ, KD മോഹനൻ, ജാൻസി റെജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന യാത്രയ്ക്ക് നവംബർ 26-ന് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ അടുത്ത മാസം 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് SYS സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന യാത്രയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. നവംബർ 16 മുതൽ ഡിസംബർ 1 വരെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന യാത്ര നടക്കുന്നത്. യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ ഈ മാസം 26-ന് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SYS സുന്നി യുവജന സംഘം അതിൻ്റെ 70ാമത് വാർഷികം പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളുടെ സമാപന സമ്മേളനം എന്ന നിലയ്ക്ക് വരുന്ന ഡിസംബർ അവസാന വാരം തൃശ്ശൂർ വെച്ചുകൊണ്ട് അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശ്ശൂർ വെച്ച് അതിൻ്റെ സമാപന സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ജില്ലകളിൽ പര്യടനം നടത്തുകയും ഇടുക്കി ജില്ലയിൽ 26-ാം തീയതി പര്യടനം നടത്തുകയാണ്. ജില്ലയുടെ 3 കേന്ദ്രങ്ങളിൽ തൊടുപുഴ, ഇടുക്കി, അടിമാലികളിൽ സന്ദർശനം നടത്തി പ്രധാന സ്വീകരണം അടിമാലിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം സൂരിയും പ്രസിഡന്റ് സയ്യിദ് താഹ തങ്ങളും നേതൃത്വം കൊടുക്കുന്ന യാത്രയിൽ സംസ്ഥാന പ്രതിനിധികൾ ഒന്നടങ്കം പങ്കെടുക്കുകയും അടിമാലിയിൽ വൈകുന്നേരം അതിൻ്റെ വിപുലമായ സ്വീകരണ സമ്മേളനം നടക്കുകയാണ്. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ അടുത്ത മാസം 27, 28, 29 തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്വരിയുടെ നേതൃത്വത്തിൽ SYS സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന യാത്രയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. യാത്രയുടെ അടിമാലിയിലെ സ്വീകരണ ദിവസം ടേബിൾ ടോക്ക്, പ്രൊഫഷണൽ മീറ്റ്, പ്രാസ്ഥാനിക സംഗമം എന്നിവയും നടക്കും. 26-ന് വൈകിട്ട് 4-ന് അടിമാലി ടൗണിൽ നിന്നും സൗഹൃദ നടത്തം ആരംഭിക്കും. തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ പൊതുസമ്മേളനം നടക്കും. ജില്ലാ ഫൈനാൻസ് സെക്രട്ടറി കബീർ സുഹ്രി, സുബൈർ അഹ്സനി, AA സക്കീർ, അൽ അമീൻ അഹ്സനി, അജ്മൽ സക്കാഫി, മുഹമ്മദ് മുസ്തഫ അഹ്സനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPM ഉപ്പുതറ ലോക്കൽ സമ്മേളനം സമാപിച്ചു. സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. അടച്ചു പൂട്ടാതിരിക്കുകയും പുതിയ വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും മനോഹരമായ പുതിയ വിദ്യാലയങ്ങളിൽ അധ്യയനം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്നത് പോലെ തന്നെ മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരികയും. മികച്ച അധ്യാപികയായി തെരഞ്ഞെടുത്ത ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലെ അധ്യാപിക ലാലി സെബാസ്റ്റിനെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. MJ വാവച്ചൻ, സജി ടൈറ്റസ്, ഷീലാരാജൻ, VP ജോൺ, K കലീഷ് കുമാർ, B അനൂപ്, ബിജു ചെമ്പളാവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം 2024 എന്ന പേരിൽ ഭിന്നശേഷിക്കാരുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്തും ലബഗഡ JPM കോളേജിലെ സാമൂഹ്യ പ്രവർത്തക വിഭാഗവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് K ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക നീതി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭിന്നശേഷിക്കാരുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ, സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വസാഡ് പ്രതിനിധി ചാക്കോച്ചനമ്പാട്ട് ക്ലാസ് നയിച്ചു. ഉപ്പുതറ OM LP സ്കൂളിൽ വെച്ച് നടന്ന മത്സരങ്ങൾക്ക് ശേഷം നടന്ന പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് K ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പയിൽ, സാബു വെങ്ങവേലിൽ, MN സന്തോഷ്, യമുന ബിജു, KD തോമസ്, ടീന ജോയി, സ്കൂൾ കൗൺസിലർമാരായ സിനിമോൾ, റെനിമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ICDSന്റെയും കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നാണയത്തുട്ടുകൾക്കായി എരിഞ്ഞടങ്ങുന്ന ബാല്യങ്ങളെ ബാലവേലയിൽ നിന്നും വിമുക്തരാക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും ICDSന്റെയും നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. കുട്ടികൾക്ക് അതിജീവനത്തിനും വികസനത്തിനും പങ്കാളിത്തത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ
പരിഷ്കൃതമായിക്കൊണ്ടിരിക്കുന്നതിലേക്ക് കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ആരോഗ്യ സംരക്ഷണമെല്ലാം നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിൽ പോലും ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ ഏറ്റവും അവസാനം പഠിശാലകളിൽ നിന്ന് 12ഓളം കുട്ടികളെ മോചിപ്പിച്ചു എന്നുള്ള കണക്ക്. അതായത് 14 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികളെ ഇടുക്കി ജില്ലയിൽ നിന്നും തൊഴിൽശാലകളിൽ നിന്ന് മോചിപ്പിച്ചു വരുന്ന അവസാനത്തെ കണക്ക് നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും നമ്മളിൽ നിന്ന് ഈ ബാലവേല അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു റാലിയും ഒരു പൊതുസമ്മേളനവും ഒരു ബോധവൽക്കരണവും എല്ലാം നമ്മൾ നടത്താൻ തീരുമാനിച്ചത്. ICDS സൂപ്പർവൈസർ സ്നേഹ സേവ്യർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മധുക്കുട്ടൻ, റോയി എവറസ്റ്റ്, രമ മനോഹരൻ, സോഷ്യൽ കൗൺസിലർ സോണിയ സക്കറിയ, അങ്കണവാടി വർക്കേഴ്സ് ലീഡർ ജെസ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് ട്രാഫിക് സൈൻ ബോർഡുകൾ ക്ലീൻ ചെയ്തു. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൗണ്ടൻ റോയൽ ബുള്ളറ്റ് ക്ലബ്ബ് അംഗങ്ങളാണ് മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് മുതൽ കട്ടപ്പന വരെയുള്ള ട്രാഫിക് സൈൻ ബോർഡുകളാണ് സംഘം വൃത്തിയാക്കിയത്. കമ്പംമെട്ടിൽ വെച്ച് നടന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് സജിദാസ് മോഹൻ അധ്യക്ഷനായിരുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യൂസ് മറ്റപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യം തന്നെ നിങ്ങളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഈ പ്രവർത്തനത്തിന് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും. ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് കമ്പംമെട്ടിൽ കയറി വരുന്ന തീർത്ഥാടകരുടെ ആദ്യത്തെ വിശ്രമ കേന്ദ്രമാണ് ഇടത്താവളമാണ് കമ്പംമെട്ട്. അവിടെ ഒരുക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങളായി ക്ലീനിങ് നടക്കുന്നുണ്ട്. ഇടത്താവളം വൃത്തിയാക്കി അവിടെ ലൈറ്റ്, ബാത്റൂം സൗകര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് തിരുവിളക്കിലെ സ്ഥാപിക്കൽ ഇങ്ങനെ ക്രമാനുഗതമായി പുരോഗമിച്ചു വരിക. അപ്പോൾ അതിനോടിടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, സൈൻ ബോർഡ് മുഴുവൻ പായൽ പിടിച്ച് പൊടി പിടിച്ച് മങ്ങി നിൽക്കുന്നൊരവസ്ഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഞാനത് സംസാരിക്കുകയും ചെയ്തു. ഇതെങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങളതേക്കുറിച്ച് ചിന്തിച്ച് ഇരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഇവിടെ വരുന്നത് കട്ടപ്പനയിൽ നിന്നുള്ള മൗണ്ടൻ റോയൽസ് ബുള്ളറ്റ് ക്ലബ്ബിലെ അംഗങ്ങൾ ബോർഡ് ശുചീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ക്ലബ്ബിലെ അംഗങ്ങൾ സേവന മനസ്ഥിതിയോടെ മാനവസേവ മാധവസേവയാണ് എന്നാണ് പറയുക. അപ്പോൾ അത് കൃത്യമായിട്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് ആ ഒരു വലിയ ഉദ്യമം ഏറ്റെടുത്ത് നടപ്പാക്കാനായിട്ട് കമ്പംമെട്ടിൽ നിന്ന് തുടങ്ങി കട്ടപ്പന വരെയുള്ള മുഴുവൻ സൈൻ ബോർഡുകളും ട്രാഫിക് ബോർഡുകളും ക്ലീൻ ചെയ്ത് തെളിമയുള്ളതാക്കാനുള്ള വലിയ പ്രയത്നത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുക. സെക്രട്ടറി സന്തോഷ് പത്മ, ട്രഷറർ ടോണി ചാക്കോ, ജോയിന്റ് സെക്രട്ടറി ബിനോയ് കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കെവിൻ കൈച്ചുറ, സനു പാഴുമ്പള്ളി, ഡിനീഷ് കെ.വി, ബിജു A.M, സജി T.S, അരുൺകുമാർ, സന്തോഷ് M.S, ജിനു രവി, ഗൗതം കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ICDSന്റെ നേതൃത്വത്തിൽ കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണം നടത്തിയത്. വാർഡിലെ 12 NHGകളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി കല്യാണത്തണ്ട് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ചു നിന്നിരുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റുകയും പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. കാഞ്ചിയാർ 7ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ 12 സംഘങ്ങൾ, ആ 12 സംഘങ്ങളിലും ഇന്ന് ഇത്തരത്തിലുള്ള മാലിന്യ മുക്ത പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കല്യാണത്തണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് മെറീന SHGയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ചെടികളും എല്ലാം വെച്ചുപിടിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്ന് ഇവിടെ നടത്തുകയാണ്. ADS പ്രസിഡന്റ് രാജമ്മ രവി, സന്ധ്യ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. NHG പ്രസിഡന്റ് രജനി ഉല്ലാസ്, സെക്രട്ടറി സിനി സജീവ്, ഹരിതകർമ്മസേനാംഗം ക്ലാരമ്മ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതറ ആറ്റുകാൽ കുടിവെള്ള പദ്ധതി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പൊതുയോഗം കൂടി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG മനോജ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ആറ്റുകാൽ മേട്ടുഭാഗത്ത് പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതി നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ആലോചനാ യോഗം ചേർന്നത്. പ്രദേശത്തെ 53ഓളം കുടുംബങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രദേശവാസികളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപയോളം കുടിവെള്ള പദ്ധതി നവീകരണത്തിനായി അനുവദിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MT മനോജ് പറഞ്ഞു. 8 ലക്ഷം രൂപ വെച്ചാണ് നമുക്കൊരു ഈ കുടിവെള്ള പദ്ധതിക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്.
അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളിലേക്ക് അടുത്ത ആഴ്ച തന്നെ ഒരാഴ്ചക്കുള്ളിൽ എസ്റ്റിമേറ്റ് പൂർത്തിയാക്കി ടെൻഡർ നടപടിയിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യമേ നമ്മൾ ഈ ഫണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയും വലിയൊരു തുകയുണ്ട്, അത് നിങ്ങൾക്ക് അവിടെ ചിലവാക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് ഞാൻ അതിനോട് ചോദിച്ചത്. എന്നെ അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ സാഹചര്യം സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ട് നമുക്ക് കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിലൊക്കെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ മെമ്പറായിട്ടിരുന്ന ആളാണ്. അറിയാം, നമുക്ക് പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും കുടിവെള്ള പദ്ധതികളൊന്നും നല്ല രീതിയിൽ നടന്നു പോയിട്ടില്ല. 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അതിൽ കൂടുതലൊന്നും ഒരു കുടിവെള്ള പദ്ധതിയും മുമ്പോട്ട് പോയിട്ടില്ല. ഒരു കുറ്റമറ്റ ഒരു കമ്മിറ്റി, ഒരു ഗുണഭോക്തൃ കമ്മിറ്റി ഉണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് നടന്നു പോകുന്ന ഒന്നാണ് കുടിവെള്ള പദ്ധതി. പദ്ധതി നവീകരിക്കുന്നതിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ലിറ്റർ വെള്ളം സംഭരിക്കുവാൻ കഴിയുന്ന ടാങ്കാണ് നിർമ്മിക്കുന്നത്. ഇതോടൊപ്പം കേടുവന്ന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കും. ആറ്റിയാൽ മേട്ടുഭാഗം കുടിവെള്ള പദ്ധതിയുടെ കുളത്തിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതലായി ജലം സംഭരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരം 8.10 ലക്ഷം രൂപ ടാങ്ക് നിർമ്മാണത്തിന് മേട്ടുഭാഗം നിവാസികൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഈ തുക എങ്ങനെ വിനിയോഗിക്കണം, എത്ര ടാങ്കുകളാണ് വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന യോഗമാണ് ഇന്ന് മേട്ടുഭാഗം നടക്കുന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി, അജി മദിയത്ത്, രാജേഷ് PS, അനിൽ മദിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഉപ്പുതറ കണ്ണമ്പടിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദുരിത ജീവിതം നയിച്ച ഒരു കുടുംബം. ഈറ്റക്കൽ ചെല്ലമ്മ മാധവൻ എന്ന 73 വയസ്സുകാരിയാണ് ശരീരത്തിൽ വ്രണങ്ങൾ വ്യാപിച്ച് ദുരിത ജീവിതം നയിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ഇത് കണ്ണമ്പടി സ്വദേശിയായ 73 വയസ്സുള്ള ചെല്ലമ്മ മാധവൻ. ഭർത്താവ് മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. മാസങ്ങളായി വാർദ്ധക്യ രോഗങ്ങളാൽ കട്ടിലിൽ നിന്നും എണീക്കാൻ പോലും കഴിയാതെ ദുരിത ജീവിതം നയിക്കുകയാണ്. മകനായ റിജി സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ആളാണ്. റിജിയുടെ ഭാര്യ ഓമന വല്ലപ്പോഴും പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. ഇതിനിടയിൽ 1 മാസം മുൻപ് ചെല്ലമ്മയുടെ ദേഹത്ത് ചൂടുവെള്ളം വീണ പൊള്ളി. ചികിത്സിക്കുവാനോ ആശുപത്രിയിൽ പോകുവാനോ മാർഗങ്ങൾ ഇല്ലാതായതോടെ പൊള്ളിയ ഭാഗം വ്രണങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കിഴുകാനത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം ഉള്ളിലായി മുല്ല എന്ന പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾക്കും എത്തിപ്പെടാൻ കഴിയില്ല. ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്ത ഈ കുടുംബം അധികൃതർക്ക് മുന്നിൽ സഹായത്തിനായി കൈനീട്ടിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ചെല്ലമ്മയുടെ മരുമകൾ ഓമന പറയുന്നു. നോക്കാനും കാണാനും ആരുമില്ല. വർഷങ്ങളായി ഞങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്. ആരും ഒരു സഹായം ചെയ്യാനില്ല. അപ്പോൾ ഞാൻ പണിക്ക് പോയില്ലെന്ന് വരി എൻ്റെ വീട്ടിലെ ചിലവിനൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണം. വെള്ളം വീണ് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം പരിസരത്തുള്ളവരൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. മകൻ ഊമയാണ്, വർത്താനം പറയത്തില്ല, ചെവിയും കേൾക്കുകയില്ല. മകനെ കൊണ്ട് ഒരു കഴിവുമില്ല. പിന്നെ ഞാൻ വല്ലപ്പോഴുമൊക്കെ പൈസ മുടക്കി അമ്മേനെ കൊണ്ടുപോയി ചികിത്സ ചെയ്യുകയും ചിലവിന് കൊടുക്കുകയും എല്ലാം ചെയ്യും. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. കാര്യങ്ങളെല്ലാം ഞാൻ മേടിച്ച് ചെയ്യും. ഞാൻ പൈസ ഇല്ലെന്ന് വരെ ഞാൻ കടമാണ് മേടിച്ച് മരുന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. മെമ്പർമാരോടെല്ലാം പറഞ്ഞതാണ്. അവരാരും ഒരു പെരയുണ്ടായിരുന്നു, അതുപോലും ലിസ്റ്റിനകത്തിലുണ്ടായിരുന്നു, അതുപോലും അവർ തന്നില്ല. എനിക്ക് 2021 ഞാൻ ആധാറിന് അപേക്ഷ വെച്ചതാണ്. ഇതുവരെ എനിക്ക് ആധാർ പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റേഷൻ അരി പോലും മേടിച്ച് ചിലവഴിയാൻ പറ്റുകയില്ല. ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കെട്ടിയവൻ്റെയും ആധാറുണ്ട്, എനിക്ക് ആധാറുമില്ല. അതെല്ലാം രേഖകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ചിലവ് കഴിയാനുള്ളതും ചികിത്സയ്ക്കുള്ളതും എല്ലാം സഹായം ചെയ്യണം.
ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ പേരുണ്ടെങ്കിലും അടച്ചുറപ്പുള്ള വീട് ഇവർക്കിപ്പോഴും അന്യമാണ്. ചെല്ലമ്മയുടെയും മകന്റെയും ചികിത്സയ്ക്കായുള്ള പണം പോലും കുടുംബത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന് ഊരുമൂപ്പനായ മദനമോഹനൻ പറഞ്ഞു. ചെല്ലമ്മ ചേച്ചി എന്ന അമ്മച്ചി 1 മാസമായിട്ട് പുള്ളിക്കിടക്കാണ്. ഇത് നോക്കാൻ ഒരു സന്നദ്ധ പ്രവർത്തകരോ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകാരോ തയ്യാറായിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഫോട്ടോയും വീടിൻ്റെ ഫോട്ടോയും എടുത്ത് കണ്ണമ്പടി ഊരുമൂപ്പൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചപ്പോൾ ട്രൈബൽ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി ഇങ്ങനെയുള്ളവർ കൊടുക്കാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫണ്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഫണ്ട് ഇങ്ങനെയുള്ളവർ കൊടുക്കാനല്ലാതെ പിന്നെ എവിടെ പോകുന്നു ഞങ്ങൾക്കറിയണം. ഈ സന്നദ്ധ സംഘടനയൊക്കെ ഈ പണക്കാരെ മാത്രം കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനാണോ പാവപ്പെട്ടവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യാനാണോ ഉള്ളതെന്നൊന്നും ഞങ്ങൾക്കറിയണം. ഒരു സന്നദ്ധ പ്രവർത്തകരും ഒരു ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇവർ ഇന്ന് വരെ നോക്കിയിട്ടില്ല. പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റില്ലാതെ ആരും ഇന്ന് വരെ ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇതിന് അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാകണം. കാരണം ഇങ്ങനെയുള്ളവരൊക്കെ നോക്കാനല്ലോ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലാതെ ഈ പണക്കാരെ മാത്രം നോക്കാനല്ലല്ലോ. അടിയന്തരമായൊരു നടപടി കളക്ടറെ ഭാഗത്തു നിന്നുകൊണ്ടാണെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആദിവാസി ക്ഷേമത്തിനായി സർക്കാർ കോടികൾ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അർഹരായ ചെല്ലമ്മയെപ്പോലുള്ളവർക്ക് ഈ സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നതാണ് വാസ്തവം. ഇവരെ സഹായിക്കുന്നതിനായി യൂണിയൻ ബാങ്ക് മാട്ടുക്കട്ട ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നവരുടെ വാഹനക്കൂലി കുടിശ്ശികയായതിനെ തുടർന്ന് ദേവികുളം താലൂക്കിലെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് നിലച്ചു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടകളിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. റേഷൻ കടയുടമകൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളവും വൈകുന്നുവെന്ന് ആക്ഷേപം. ഉപ്പുതറ കണ്ണമ്പടിയിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ദുരിത ജീവിതം നയിച്ച ഒരു കുടുംബം. ശരീരത്തിൽ വ്രണങ്ങൾ വ്യാപിച്ച് ദുരിത ജീവിതം നയിക്കുന്നത് ഈറ്റക്കൽ ചെല്ലമ്മ മാധവൻ എന്ന 73-കാരി. അധികൃതരുടെ ഭാഗത്തു നിന്നും കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കുടുംബം. ലഹരി വസ്തുക്കളുമായി ബിഗ് ബോസ് താരവും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടയിൽ മൂലമറ്റം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സിനിമ ബിഗ് ബോസ് താരമായ കുന്നത്തുനാട് കണ്ണങ്കര പള്ളിക്കുടത്തുങ്കൽ പരീക്കുട്ടി എന്ന് വിളിക്കുന്ന PS ഫരീദുദ്ദീൻ. വടകര കാവിലുംപാറ പൊയിലക്കരയിൽ പെരുമാലിൽ ജിസ്മോൻ ദേവസ്യ എന്നിവർ. ഇവരിൽ നിന്നും MDMAയും കഞ്ചാവും പിടികൂടി. മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നത് വൈകുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി റോഡ് ആക്ഷൻ കൗൺസിൽ. പ്രതിഷേധ സൂചകമായി ഈ മാസം 20-ന് റോഡിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരന്റെ വീട്ടുപടിക്കൽ സമരം സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.